പൊതുവേ വിവാഹം കഴിഞ്ഞ ആളുകളോട് ഒരു 4-5 മാസം കഴിയുമ്പോൾ തന്നെ ആളുകൾ ചോദിച്ചു തുടങ്ങുകയാണ് വിശേഷമൊന്നും ആയില്ലെന്ന്. വാസ്തവത്തിൽ കുട്ടികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ വളരെ കുറച്ചായിരിക്കും ഉണ്ടാവുള്ളൂ. എത്ര തന്നെ കുട്ടികൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകുമോ? അങ്ങനെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സ്വാഭാവികമായും മനുഷ്യൻ എന്ന് മാത്രമല്ല, ഈ പ്രകൃതിയിലെ സകല ജീവികളും നിലനിൽക്കുന്നതിൻ്റെ അടിസ്ഥാനം പ്രസവവും അതേപോലെ തന്നെ അടുത്ത ജന്മങ്ങളും തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ ഉണ്ടാകേണ്ട അനിവാര്യതയെപ്പറ്റി എല്ലാവരും ബോധ്യവാന്മാരാണെങ്കിലും പലപ്പോഴും കുട്ടികൾ ഉണ്ടാവുക എന്ന പ്രോസസ്സ്, പ്രസവം എന്ന പ്രോസസ്സിനെ ഭയപ്പെടുന്ന സ്ത്രീകൾ വളരെയധികമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിഷ്ടമുള്ള കാര്യമാണെങ്കിൽ പോലും നമ്മൾക്ക് ഭയമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പോസ്റ്റ്പോണ്ട് ചെയ്ത് ഇനി ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല എന്നൊരു ഘട്ടം വരെ കാത്തിരിക്കുന്ന സ്വഭാവം പൊതുവേ പല കാര്യങ്ങളിലും ഉള്ള പോലെ തന്നെ ഈ വിഷയത്തിലും ഉണ്ട് എന്ന് തോന്നിപ്പോകാറുണ്ട്. ഏതായാലും അതൊരു ഭാഗത്തുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് വല്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. എന്ത് പറ്റി, കല്യാണം കഴിഞ്ഞ് 1 വർഷമായല്ലോ, 2 വർഷമായല്ലോ, കുട്ടികളൊന്നും ആയില്ലല്ലോ, അതെന്താ കാരണം? ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും പലരുടെയും സ്വകാര്യതകളിലേക്ക് പോലും കടന്നുകയറ്റം നടത്തുകയും പലപ്പോഴും പല കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയാത്ത പ്രയാസങ്ങളിലൊക്കെ തന്നെ അത് കലാശിക്കുകയും ചെയ്യാറുണ്ട്. ഏതായാലും കുട്ടികളുണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണെങ്കിലും പലപ്പോഴും കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ 5-10 വർഷങ്ങളൊക്കെ തന്നെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒട്ടേറെ ആളുകളുണ്ട്. ഇവർ കുട്ടികളുണ്ടാവാൻ വേണ്ടി വൈവിധ്യങ്ങളായ ചികിത്സകളെ സമീപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത്, പ്രകൃതിദത്തമായി കുട്ടികളുണ്ടാകുന്ന രീതി എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നതിനെ പറ്റി വേണ്ടതുപോലെ ചിന്തിക്കുന്നില്ല. മറിച്ച് കുട്ടികളുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന അന്വേഷണമാണ് പലരും നടത്തുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികളാവാത്തത് എന്നതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം കുട്ടികളുണ്ടാവാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന ചിന്ത വലിയ അപകടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. നമ്മുടെ ജീവിത ശൈലിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുപ്പം മുതൽ ഉപയോഗിക്കുന്ന പല അലോപ്പതി മരുന്നുകളും അതിൻ്റെ പാർശ്വഫലങ്ങൾ പലപ്പോഴും ഗർഭധാരണം തടസ്സപ്പെടുത്തുന്നുണ്ട്. സ്ത്രീകളുണ്ടാകുന്ന മാസമുറ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പുരുഷന്മാരിൽ പലതരം ബലഹീനതകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ ബലഹീനമാക്കിക്കൊണ്ട് നൽകുന്ന ഓരോ അലോപ്പതി മരുന്നുകളും ശരീരത്തിൻ്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതിൻ്റെ അനന്തരഫലം തന്നെയാണ് കുട്ടികൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അലോപ്പതി ചികിത്സ നമ്മുടെ നാട്ടിൽ വരുന്നതിന് മുമ്പ് സാധാരണ സ്ത്രീകൾ 6, 8, 10 ഒക്കെ പ്രസവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അലോപ്പതി മരുന്നിൻ്റെ ഉപയോഗം ഒരു ശീലമാക്കി മാറ്റിയപ്പോൾ എല്ലാ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലോപ്പതി മരുന്ന് മാത്രം കഴിക്കുന്ന ശീലമാക്കി മാറ്റിയ ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ദുസ്സഹമായ ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു വ്യക്തമായി ബോധ്യപ്പെടുന്ന കാര്യങ്ങളാണ്. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അലോപ്പതി മരുന്നൊന്നും ഉപയോഗിക്കാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അവർ 8-10 മക്കളെ പ്രസവിക്കുന്നു എന്നുള്ളത് സത്യമായിരിക്കെ കുട്ടിക്കാലം മുതലേ എല്ലാ ഓരോ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അലോപ്പതി മരുന്ന് മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ, അവർ അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ തകരാറിലാക്കുകയും ശരീരത്തിൻ്റെ ആന്തരികമായ പ്രവർത്തനങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാക്കുകയും രക്തദൂഷ്യം വർദ്ധിപ്പിക്കുകയും ഇങ്ങനെ ശരീരത്തിൻ്റെ ആകെ മൊത്തമുള്ള എഫിഷ്യൻസിയെ ബലഹീനമാക്കുകയും ചെയ്യുന്നതിൻ്റെ അനന്തരഫലം തന്നെയാണ് ഇപ്പോൾ കുട്ടികളില്ലാത്ത അവസ്ഥ. അപ്പോൾ ഇനി കുട്ടികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നേരായ ചികിത്സയ്ക്ക് പകരം തെറ്റായ പലതരം ചികിത്സകളാണ് ഉപയോഗപ്പെടുന്നത്. എന്ന് വെച്ചാൽ IVF ഒക്കെ പോലെയുള്ള ചികിത്സകൾ ഇതിനെപ്പറ്റി കൃത്യമായി നിരീക്ഷിക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും അവനവൻ്റെ കുട്ടി തന്നെയാണോ എന്ന ചോദ്യവും ചർച്ചയും ഒക്കെ തന്നെ ഈ രംഗം അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഏതായാലും എല്ലാ ഓരോ മനുഷ്യനും സന്താന പരമ്പര നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അവനവൻ്റെ കുട്ടി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പിന്നെ സന്താന പരമ്പരയെപ്പറ്റി ചിന്തിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഏതായാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനം, ഇമ്മ്യൂൺ പവർ, അതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കുട്ടികളുണ്ടാക്കുന്ന പ്രക്രിയയാണ് അക്യുപങ്ക്ചർ പോലുള്ള ചികിത്സകൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളെ അത് പലതരത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കുമ്പോൾ, പലതരത്തിലുള്ള ബലഹീനതകൾ ഉണ്ടാക്കുമ്പോൾ, പലതരത്തിലുള്ള ഫങ്ഷണൽ ഡിസോർഡേഴ്സ് ഉണ്ടാക്കുമ്പോൾ ആ ഫങ്ഷണൽ ഡിസോർഡേഴ്സ്
ഒന്ന് മറ്റതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഹൃദയത്തിൻ്റെ സ്പന്ദനം ഇത് ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്നില്ലേ? ശ്വസന പ്രക്രിയ എല്ലാ അവയവത്തിനെയും ബാധിക്കുന്നില്ലേ? ഈ ശ്വസന പ്രക്രിയയിൽ ഉണ്ടാക്കുന്ന കഫക്കെട്ടിനെ തടയാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ വെറും കഫത്തെ ഉണക്കുന്നു എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കഫം വൈവിധ്യ രൂപത്തിലാണുള്ളത്. ആ മരുന്ന് ഏത് രൂപത്തിലാണോ നമ്മുടെ മൂക്കിലും അല്ലെങ്കിൽ ശ്വാസകോശത്തിന് തടസ്സമുണ്ടാകുന്ന കഫത്തെ ഉണക്കുന്നത്, അതിനേക്കാൾ മോശമായ രൂപത്തിൽ സ്ത്രീ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എഗ്ഗിൻ്റെ പ്രോസസ്സ് ഉണ്ടാക്കുന്നതും ഒരു കഫം എന്നിരിക്കെ അതിനെയും ഉണക്കുന്നത് മാത്രമല്ല, പുരുഷ ബീജങ്ങളുടെ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് അതും കഫത്തിലാണെന്നിരിക്കെ അതിനെയും ഉണക്കുന്നു എന്നുള്ളത് എത്ര അപകടം പിടിച്ച ഒരു സമീപനമാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട്. ഏതായാലും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കായാലും ശരി, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കായാലും ശരി, സ്ഥിരമായി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക്, അലോപ്പതി മരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾക്ക് കുട്ടികളില്ലാതായിരിക്കുന്നു എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണെങ്കിൽ, അത്തരം മരുന്നുകൾ പരിപൂർണമായി ഒഴിവാക്കി ശരീരം കൂടുതൽ ഫലം നേടിയെടുത്ത ശേഷം കുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നുള്ള കാര്യം തിരിച്ചറിയേണ്ടതുണ്ട്. ഏതായാലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് കുട്ടികൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. ചില കാരണങ്ങളൊക്കെ തന്നെ ചികിത്സയുടെ പരിഹരിക്കാൻ സാധിക്കുമെങ്കിലും ചില കാരണങ്ങൾ അതെന്താണെന്ന് അവ്യക്തമാണെന്നുള്ള വസ്തുതയാണ്. ഏതായാലും നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങളെ കൃത്യമായി ഉത്തേജിപ്പിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് അക്യുപഞ്ചർ നൽകുന്നത്. പക്ഷേ അക്യുപഞ്ചർ വരുന്നതിന് മുമ്പ് നമ്മുടെ സമൂഹത്തിൽ വിവാഹം കഴിഞ്ഞ് ഒരു കാരണവും അറിയാതെ തന്നെ 8-10 കൊല്ലം കുട്ടികളില്ലാതിരിക്കുകയും പിന്നീട് ധാരാളം കുട്ടികളുണ്ടായ സംഭവങ്ങൾ എത്ര കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ നമ്മളിതിനൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്ന വിഷയത്തിൽ ചികിത്സയെ സമീപിക്കുമ്പോൾ ആ ചികിത്സക്ക് നൽകുന്ന ഓരോ പരിശോധനയായാലും മരുന്നുകളായാലും ഇനി ഭാവിയിൽ കുട്ടികൾ ഒരിക്കലും ഉണ്ടാകാത്ത രൂപത്തിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് വസ്തുതയായിരിക്കെ, അത്തരം അപകടം പിടിച്ച് കളിക്ക് നിൽക്കാതെ സുരക്ഷിതമായ ചികിത്സ സ്വീകരിക്കുകയും നല്ല ആരോഗ്യമുള്ള, നല്ല സമൂഹത്തിനും കുടുംബത്തിനും എല്ലാ അർത്ഥത്തിലും ഗുണം ചെയ്യുന്ന കുട്ടികൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാളും പ്രകൃതിദത്തമായ ജീവിതശൈലി ഫോളോ ചെയ്യുകയും ജീവിതത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വളരെ സുരക്ഷിതമായ ചികിത്സ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, കുട്ടികളില്ല എന്നുള്ള ഖേദം, ആ ഖേദം പല അർത്ഥത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഇനി കുട്ടികളുണ്ടാകുമ്പോൾ വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെടുന്നുണ്ട്. ഇത്തരം ഭയപ്പാടുകളൊക്കെ തന്നെ നിങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ പ്രകൃതിദത്തമായ ജീവിതശൈലി ഫോളോ ചെയ്തുകൊണ്ട് സന്തോഷത്തോടെ സംതൃപ്തിയോടെ നിങ്ങൾ ജീവിക്കാൻ തയ്യാറുണ്ടെങ്കിൽ തീർച്ചയായും ആരോഗ്യമുള്ള, നല്ല സാമർഥ്യമുള്ള, നല്ല ബുദ്ധികളുള്ള കുട്ടികളുണ്ടാകാൻ അത് സഹായിക്കുമെന്നുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ അർത്ഥത്തിലും വരും തലമുറ നല്ല സമൂഹത്തിന് നല്ല ഗുണം ചെയ്യുന്ന കുട്ടികളെ സമ്മാനിക്കാൻ ഈ കാലത്ത് ജീവിക്കുന്ന ഓരോ പുരുഷന്മാരും സ്ത്രീകളും ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒരുപക്ഷെ 50-100 വർഷം മുമ്പ് കഴിഞ്ഞു പോയ തലമുറ അവർ പ്രസവിക്കില്ല, അല്ലെങ്കിൽ തൽക്കാലം കുട്ടികൾ വേണ്ട, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാകുന്ന പ്രോസസ്സ് തടസ്സം നിൽക്കുന്ന ഏതെങ്കിലും അർത്ഥത്തിലുള്ള പ്രവർത്തനങ്ങൾ അവർ ഏർപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നമ്മളൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി നാം ഇത്തരം കാര്യങ്ങളിൽ നല്ല രീതികളെ അവലംബിക്കുകയും കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവിധ ഐശ്വര്യവും എല്ലാവിധ സമൃദ്ധിയും എല്ലാവർക്കും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.